പീതാംബരങ്കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം പ്രതിഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അതാഷ്ടാശീതിതമോധ്യായ. രാജോവാച ദേവാസുരമനുഷ്യേഷു യേ ഭജന്ത്യ ശിവം ശിവം പ്രായസ്തേ ധനിനോ ഭോജ നതു ലക്ഷ്മ്യാപതിം ഹരിം. ഏതദ്വേദിതുമിച്ഛാമാ സന്ദേഹോത്ര മഹാൻഹിന വിരുദ്ധശീലയോ പ്രഭുർവിരുദ്ധാ ഭജതാം ഗതി. ശ്രീശുക ഉവാച ശിവശക്തിയുതശ്ശ്വത്രിലിംഗോ ഗുണസംവൃത വൈകാരികസ്തേജസശ്ചാതാമസശ്ചേത്യഹം ത്രിധാ. തതോ വികാരാ അഭവൻ ഷോഡശാമീഷു കഞ്ചന ഉപധാവൻ വിഭൂതീനാം സർവാസാമശ്നുതേ ഗതിം. ഹരിർഹി നിർഗുണഃ സാക്ഷാൽ പുരുഷപ്രകൃതേ പര സർവദൃഗുപദ്രഷ്ട തം ഭജൻ നിർഗുണോ ഭവേത്. ന വൃത്തേഷു അശ്വമേധേഷു രാജായുഷ്മത്പിതാമഹ ശൃണ്വൻ ഭഗവതോ ധർമാൻ അപൃച്ഛത് ഇദമച്യുതം. സാഹ ഭഗവൻസ്തസ്മൈ പ്രീതഃ ശുശ്രൂഷവേ പ്രഭു നൃണാം നിശ്രേയസാർത്ഥായ യോവതീർണോ യദോ കുലേ. ശ്രീഭഗവാനുവാച യസ്യാഹമനുഗൃഹ്ണാമി ഹരിഷ്യേ തദ്ധനം ശനേ. തദോത്ഥനം ത്യജന്ത്യസ്യ സ്വജനാ ദുഃഖദുഃഖിതം സ യഥാ വിദതോദ്യോഗോ നിർവിർണ സ്യാദ്ധനേകയാ. മത്പരൈകൃതമൈത്രസ്യ കരിഷ്യേ മദനുഗ്രഹം തദ്ബ്രഹ്മ പരമം സൂക്ഷ്മം ചിന്മാത്രം സദനന്ദകം. അതോ മാം സുദുരാരാധ്യം ഹിത്വാന്യൻ ഭജതേ ജന തതസ്ത ആശുതോഷേഭ്യോ ലബ്ധരാജ്യശ്രിയോത്ഥത. മത്താ പ്രമർത്താ വരദാൻ വിസ്മരന്ത്യവജാനതേ. ശ്രീശുക ഉവാച ശാപപ്രസാദയോരീശ ബ്രഹ്മവിഷ്ണു ശിവാദയ സദ്യശാപപ്രസാദോംഗ ശിവോ ബ്രഹ്മ ന ചാച്യുത. അത്ര ചോദാഹരന്തി മമിതിഹാസം പുരാതനം മൃഗാസുരായ ഗിരിശോ വരം തത്വാപസങ്കടം. മൃഗോ നാമാസുരപുത്രാ ശകുനേ പതി നാരദം ദൃഷ്ട്വാശുതോഷം വപ്രച്ഛ ദേവേഷു ത്രിഷു ദുർമതി. സാഹദേവം ഗിരിശമുപധാവാശു സിദ്ധ്യസി യോൽപാഭ്യാം ഗുണദോഷാഭ്യാമാശു തുഷ്യതി കുപ്യതി. ദശാസ്യ ബാണയോസ്തുഷ്ട തൂവയതോർവന്ദിനോരിവ ഐശ്വര്യമതുലം ദത്വാ തദാപ സുസങ്കടം. ഇത്യാദിഷ്ടസ്തമസുര ഉപാധാവസ്വഗാത്രദാ കേദാരമാത്മക്രവ്യേണ ജുഹ്വാനോഗ്നിമുഖം ഹരം. ദേവോപലബ്ധിമപ്രാപ്യ നിർവേദ സപ്തമേഹനി ശിരോ വിസ്പൃച്ഛത് സ്വദിതിനാ തത്തീർത്ഥക്ലിന്നമൂർധജം. തദാ മഹാകാരുണിക സദൂർച്ചരി യഥാ വയം ചാത്മിരിവോത്ഥിതോ നലാത് നിഗൃഹ്യ ദൗർഭ്യം കുജയോർന്യവാരയത് തസ്പർശനാത് ഭൂയ ഉപസ്കൃതാകൃതി. തമാഹ ചാങ്കാരമലം വൃണീഷ്വ മേ യഥാ വികാമം വിതരാമി തേ വരം. പ്രിയേയതോ യേന നൃണം പ്രപദ്യത അഹോ ത്വയാത്മാ വൃഷമഭർദൃശമർത്ഥ്യതേ വൃഥാ. ദേവം സവവ്രേ പാപീയാൻ വരാൻ ഭൂതഭയാവഹം യസ്യ യസ്യ കരം ശീർഷണി ദാസ്യേ സമൃയതാമിതി. തശ്രുത്വാ ഭഗവാൻ രുദ്രോ ദുർമനാ ഇവ ഭാരത ഓമിതി പ്രഹസംസ്തസ്മൈ ഗദേഹേരമൃതം യഥാ. ഇത്യുക്തസോസുരോ നൂനം ഗൗരീഹരണലാലസ സ്വതത്വര പരീക്ഷാർത്ഥം ശംഭോർമൂർധനി കിലാസുരാ. സ്വഹസ്തം ധാതുമാരേഭേ സ്വവിപ്യത് സ്വകൃതാശിവ തേനോപസൃഷ്ട സംത്രസ്ത പരാധാവസവേ വധൂ. യാവദന്തം ദിവോ ഭൂമേ കാഷ്ടാനാമുദഗാദുദക് അജാനന്ദ പ്രതിവിധിം തൂഷ്ണീമാസൻ സുരേശ്വര. തതോ വൈകുണ്ഠമഗമത് ഭാസ്വരം തമസഃ പരം യത്ര നാരായണ സാക്ഷാനാസീനം പരമാഗതി.
ശാന്താനാം ന്യസ്തദണ്ഡാനാം യതോ നാവർത്തതേ ഗദാ तं तदा व्यसनं दृष्ट्वा भगवान् व्यधिनार्दन दूरात् प्रत्युदयात् भूत्वा वधुको योगमायया मेखलाजिनदण्डाक्षै तेजसाग्निरिवज्ज्वलन् अभिवादयामास च तं कुशपाणिर्विनीतवत् श्रीभगवानुवाच शाकुनेय भवान् व्यक्तं श्रान्तः किं दूरमागत क्षणं विश्रम्यतां पुंसा आत्मायं सर्वकामधु यदि न श्रवणायालं युष्मद्व्यवसितं विभो भण्यतं प्रायसः पुंव्यत्कृतै स्वार्थान् समीहते श्रीशुक उवाच एवं भगवता पृष्टो वजसामृतवर्षिता गदक्लमो ब्रवीत्तस्मै यथा पूर्वमनुष्ठितं श्रीभगवानुवाच एवं चेत्तर्हि तत्त्वाक्यं न वयं श्रद्धदीमहि यो दक्षशापात् पैशाच्यं प्राप्तः प्रेतपिशाचराड् यदि वस्तत्र विस्रम्भो दानवेन्द्रजगद्गुरौ तर्ह्यङ्गाशु स्वशिरसि हस्तं न्यस्य प्रदीयताम् यज्ञसत्यं वदः शम्भो कतश्चिद्दानवर्षभ तदैनं जह्यसद्वाचं न यद्भक्तानृतं पुनः इत्थं भगवदच्चित्रै वचोऽपि ससुवेशलै भिन्नतिर्विस्मृतशीर्षणि स्वहस्तं कुमतिर्व्यथात् अथापतत्पिन्नशिरा वज्राहत इव क्षणाद् जयशब्दो नमः शब्द साधुशब्दो भवद्दिवि मुमुजुः पुष्पवर्षाणि पदे पापे मृगासुरे देवर्षि पितृगन्धर्वा मोदितः सङ्कटाशिवा मुक्तकिरीशमव्याः भगवन् पुरुषोत्तम अहो देव महादेव पापोऽयं स्वेन पाप्मना हतः को नु मल्शीष जन्तुर्वै कृतकिल्बिष क्षेमी स्यात् किमु विश्वेशे कृतागस्को जगद्गुरौ य एवमव्याकृतशक्त्युदन्वद परस्य साक्षात् परमात्मनो हरे गिरित्रमोक्षं कथये शृणोति वा विमुच्यते संसृतिभिस्तदारिभिः श्रीहरये नमः इति श्रीमद्भागवते महापुराणे पारमहस्यं संहितायां दशमस्कन्धे उत्तरार्धे रुद्रमोक्षणं नाम अष्टाशीतितमोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സദ്ഗുരവേ നമ. ഹരേ കൃഷ്ണ. ദശമസ്കന്ധം 88-ാമത്തെ അധ്യായത്തിൽ വൃകാസുരൻ്റെ നാശവും രുദ്രമോചനവുമാണ് വർണ്ണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നാരദനാരായണ സംവാദവും ഗുണങ്ങളെ അവലംബിച്ച് നിർഗുണത്തിൽ അവസാനിക്കുന്ന വേദസ്തുതിയുമാണ് വർണ്ണിച്ചത്. ഈ അധ്യായത്തിൽ പരീക്ഷത്ത് മഹാരാജാവ് ചോദിക്കുകയാണ്, സർവസംഘ പരിത്യാഗിയായ മഹാദേവനെ ഭജിക്കുന്നവരെ വേഗം സമ്പന്നരും ഭോഗസുഖയുക്തരുമായി കാണപ്പെടുന്നു. എന്നാൽ ലക്ഷ്മീപതിയായ ഭഗവാനെ സേവിക്കുന്നവർക്ക് ഇതിന് വിപരീത അനുഭവമാണ് കാണപ്പെടുന്നത്. പരസ്പര വിരുദ്ധ സ്വഭാവത്തോടു കൂടിയ ശിവനെയും വിഷ്ണുവിനെയും ഭജിക്കുന്നവർക്ക് വിരുദ്ധ ഫലങ്ങൾ ലഭിക്കുന്നത് എങ്ങനെയെന്ന് പരീക്ഷത്ത് ചോദിച്ചപ്പോൾ ശ്രീ ബ്രഹ്മർഷി അതിന് മറുപടി പറയുകയാണ്. മഹാദേവൻ എപ്പോഴും മായാശക്തിയോട് ചേർന്നാണ് ഇരിക്കുന്നത്. ത്രിഗുണങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ സാത്വികം, രാജസം, താമസം എന്നീ 3 അഹങ്കാരത്തോടു കൂടിയവനുമാണ്. രാജസാഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങളും, സാത്വിക അഹങ്കാരത്തിൽ നിന്ന് മനസ്സും, താമസാഹങ്കാരത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളും ഉണ്ടായി വന്നു. ഇതിൽ ഏതിനെ സേവിച്ചാലും അത് സഗുണോപാസന തന്നെയാണ്. എന്നാൽ ഭഗവാൻ ശ്രീഹരി നിർഗുണനാണ്. ആ ഭഗവാൻ സർവസാക്ഷിയും സർവജ്ഞനുമാണ്. അതുകൊണ്ട് വിഷ്ണുവിനെ ഭജിച്ചാലുണ്ടാകുന്ന ഫലം നിർഗുണ പ്രാപ്തി തന്നെയാണ്. രാജസൂയത്തിന് ശേഷം അങ്ങയുടെ പിതാമഹനായ യുധിഷ്ഠിരനും ഇതുപോലുള്ള ചോദ്യം ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ മനുഷ്യരുടെ ശ്രേയസ്സിനായി
യാദവ വംശത്തിൽ അവതാരമെടുത്ത ഭഗവാൻ കൃഷ്ണൻ ധർമ്മപുത്രരുടെ ചോദ്യത്തിൽ സന്തുഷ്ടനായി ധർമ്മപുത്രരോട് പറഞ്ഞു, ഞാൻ ആരെയാണോ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ ധനത്തെ മെല്ലെ മെല്ലെ നശിപ്പിക്കുന്നു. നിർധനനും ദുഃഖിതനുമായിത്തീരുന്ന അവനെ ബന്ധുക്കൾ കൈയൊഴിയുന്നു. അവൻ വീണ്ടും ധനസമ്പാദനത്തിനായി പ്രയത്നിക്കുമ്പോൾ ഞാൻ അതിനെയും വിഫലമാക്കും. അപ്പോൾ അവൻ എൻ്റെ ആ ഭക്തൻ്റെ സമീപത്തെത്തി അവനും മെല്ലെ മെല്ലെ ഭക്തിയിലേക്ക് എത്തുന്നു. ആ സമയത്ത് അവൻ ഉത്കൃഷ്ടവും സച്ചിദാനന്ദമയവും അപരിച്ഛിന്നവുമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ഇതുകൊണ്ടാണ് ചിലർ ദുരാരാധ്യനായ എന്നെ വെടിഞ്ഞ് അന്യദേവന്മാരെ ഭജിക്കുന്നത്. അവർ ക്ഷിപ്രപ്രസാദികളായ ദേവന്മാരിൽ നിന്നും അല്പമായ വിഭൂതികൾ നേടുകയും മതാന്ധരായി വരദാതാക്കളെ കൂടി നിന്ദിക്കുകയും ചെയ്യുന്നു. ശ്രീ സുബ്രഹ്മർഷി പരീക്ഷത്തിന് പറയുകയാണ്, ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഇവരൊക്കെ തന്നെ ശാപം, അനുഗ്രഹം മുതലായവ നൽകുവാൻ ശക്തരാണ്. എന്നാൽ ശിവനും ബ്രഹ്മാവും പ്രസാദിക്കുന്ന അത്ര വേഗത്തിൽ വിഷ്ണു പ്രസാദിക്കുകയില്ല. പണ്ട് മഹാദേവൻ വൃകാസുരനൊരു വരം നൽകി. എന്നാൽ ആ വൃകാസുരൻ തനിക്ക് വരം നൽകിയ ശങ്കരനെ കഷ്ടത്തിലാക്കിയ ഒരു കഥ ഞാൻ പറയാം. ശകുനി എന്ന അസുരൻ്റെ പുത്രനാണ് അതിക്രൂരനായ വൃകൻ എന്ന അസുരൻ. അദ്ദേഹം ഒരു ദിവസം ശ്രീ നാരദ മഹർഷിയെ കണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ത്രിമൂർത്തികളിൽ ഏറ്റവും വേഗം ആരാണ് സന്തോഷിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ഏറ്റവും വേഗത്തിൽ പ്രസാദിക്കുന്നത് ശ്രീ രുദ്രഭഗവാനാണ്. അതിനാൽ അങ്ങ് രുദ്രഭഗവാനെ ഉപാസന ചെയ്യൂ എന്ന് മഹർഷി പറഞ്ഞു. ചെറിയ ചെറിയ ഗുണകാര്യങ്ങൾ കൊണ്ട് തന്നെ വേഗം സന്തോഷിക്കുന്നവനും അതുപോലെ തന്നെ വേഗം കോപിക്കുന്നവനുമാണ് ശ്രീ രുദ്രഭഗവാൻ. തന്നെ പ്രസാദിപ്പിച്ച രാവണനും ബാണനും അദ്ദേഹം അനന്തമായ ഐശ്വര്യത്തെ നൽകുകയുണ്ടായി. ആ ഐശ്വര്യം കൊണ്ട് തന്നെ അവർ ദുഃഖത്തെയും അനുഭവിച്ചു. എങ്കിലും നാരദ മഹർഷിയുടെ വാക്കുകൾ കേട്ട് വൃകൻ ആ മഹാദേവനെ പ്രസാദിപ്പിക്കാനായിട്ട് കേദാറിൽ ചെന്ന് കഠിനമായ തപസ് അനുഷ്ഠിക്കാൻ ആരംഭിച്ചു. അഗ്നികുണ്ഠം കൂട്ടി തൻ്റെ തന്നെ ശരീരത്തിലെ മാംസം മുറിച്ചെടുത്ത് ഹോമിക്കുവാൻ ആരംഭിച്ചു. ഇങ്ങനെ 7 നാൾ ഹോമം നടത്തിയെങ്കിലും മഹാദേവൻ പ്രസാദിച്ചില്ല. തൻ്റെ ഈ തപസ്സിന് ഫലം ലഭിക്കുന്നില്ല എന്ന് ചിന്തിച്ച് തപസ്സിൻ്റെ കാഠിന്യം കൂട്ടുവാൻ വേണ്ടി 7-ാം ദിവസം കേദാറിലെ പുണ്യതീർത്ഥത്തിലിറങ്ങി സ്നാനം ചെയ്ത് ആ ഈറനായ മുടി പിടിച്ച് ആ അസുരൻ തൻ്റെ ശിരസ് അറുത്ത് ഹോമിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ഹോമാഗ്നിയിൽ നിന്നും അഗ്നിയെപ്പോലെ ജ്വലിക്കുന്ന മഹാദേവൻ പ്രത്യക്ഷനായി. മഹാദേവൻ ആ അസുരൻ്റെ 2 കൈയും പിടിച്ച് അവൻ്റെ ആ ഉദ്യമത്തിൽ നിന്നും അവനെ തടഞ്ഞു. മഹാദേവൻ്റെ സ്പർശനമേറ്റതോടെ അവൻ പരിപൂർണ ആരോഗ്യവാനായി തീർന്നു. പിന്നീട് മഹാദേവൻ പറഞ്ഞു, നീ നിൻ്റെ ഈ സാഹസം മതിയാക്കുക, ഇഷ്ടമുള്ള വരം ചോദിച്ചു കൊള്ളുക. ഭക്തന്മാർ വെറും ജലമാണ് നൽകുന്നത് എങ്കിൽ കൂടി ഞാൻ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുന്നു എന്ന് മഹാദേവൻ പറഞ്ഞു. ഇത് കേട്ട് വൃകാസുരൻ പറഞ്ഞു, പ്രഭോ, എങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന വരം അവിടുന്ന് എനിക്ക് നൽകിയാലും. എന്താണ് ആ വരം? യസ്യ യസ്യ കരം ശീർഷ്ണി ധാസ്യേ സ മ്രിയതാമിതി. എത്ര വിചിത്രമായ വരം! എന്താണത്? ഞാൻ ആരുടെ ശിരസിലാണോ കൈവയ്ക്കുന്നത് അവൻ തൽക്ഷണം മരിച്ചു വീഴണം. ഇതാണ് ആ വരം. ഇത് കേട്ട് മഹാദേവൻ തന്നെ അമ്പരന്നു പോയി. സർവജീവികളെയും ഭയപ്പെടുത്തുന്ന വരമാണല്ലോ ഇവൻ ചോദിച്ചിരിക്കുന്നത്.
കൊടുക്കാമെന്ന് പറഞ്ഞും പോയി. ആ സ്ഥിതിക്ക് കൊടുക്കാതിരിക്കാനും പറ്റില്ല. ഗത്യന്തരമില്ലാതെ മഹാദേവൻ ആ വരം തന്നെ കൊടുത്തു. അതാണെങ്കിലോ പാമ്പിന് അമൃത് കൊടുത്തതുപോലെയായി തീർന്നു. ഈ മൃഗാസുരന് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അതായത് ഈ മഹാദേവൻ ഇല്ലാതായാൽ അദ്ദേഹത്തിൻ്റെ പത്നിയായ ആ സുന്ദരിയായ പാർവതിയെ തനിക്ക് സ്വന്തമാക്കാം എന്ന് ആ അസുരൻ ചിന്തിച്ചു. അപ്പോൾ ഈ എന്തായാലും ഈ വരബലം ഒന്ന് പരീക്ഷിക്കണം. അത് ശിവനിൽ തന്നെ പരീക്ഷിക്കാം. അങ്ങനെ ചിന്തിച്ച് അതിനായി ആ അസുരൻ ശിവൻ്റെ ശിരസിൽ തന്നെ കൈവയ്ക്കുവാൻ തുടങ്ങി. ഇത് കണ്ട് ഭീതനായി മഹാദേവൻ സകല ദിക്കിലേക്കും ഓടുവാൻ തുടങ്ങി. അസുരനും ആ മഹാദേവനെ പിന്തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്നു. ഇത് കണ്ട് ഇതിന് പ്രതിവിധിയൊന്നും കാണാൻ സാധിക്കാതെ ബ്രഹ്മാദികൾ മൗനം ഭജിച്ചിരുന്നു. എന്നാൽ മഹാദേവൻ നേരെ എങ്ങോട്ടാണ് പോയത്? മഹാദേവൻ നേരെ വൈകുണ്ഠത്തിലേക്കാണ് ഓടിപ്പോയത്. ഭഗവാൻ നാരായണൻ ഇത് കണ്ടു. തൻ്റെ സമീപത്തേക്ക് ആശ്രിതനായി വരുന്ന ആ മഹാദേവൻ്റെ ദുഃഖം ശമിപ്പിക്കണമെന്ന് വൈകുണ്ഠനാഥനായ ഭഗവാൻ നിശ്ചയിച്ചു. തൊട്ടുപിറകെ ആ അസുരനും ഓടി വരുന്നത് ഭഗവാൻ കണ്ടു. ആ സമയം ഭഗവാൻ ഒരു ബ്രഹ്മചാരിയുടെ വേഷം സ്വീകരിച്ച് അത്യന്തം തേജസ്സോടുകൂടി വളരെ വിനയത്തോടുകൂടി ആ അസുരനെ സമീപിച്ച് അഭിവാദ്യമൊക്കെ ചെയ്തു. എന്നിട്ട് അസുരനോട് ചോദിച്ചു, ഹേ ശാകുനേയ, അങ്ങ് എന്തിനാണ് ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് ഓടി വന്നത്? കുറച്ചു നേരം അങ്ങ് വിശ്രമിക്കൂ. ശരീരത്തെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത്. സർവപുരുഷാർത്ഥങ്ങളും സാധിക്കുവാനുള്ള ഉപാധിയാണ് ഈ ശരീരം. അങ്ങ് എന്തിനാണിപ്പോൾ ഇങ്ങോട്ട് ഓടി വന്നത്? ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങ് പറഞ്ഞാലും. സഹായത്തിനായി ആശ്രയിക്കുന്നവരിൽ നിന്നും സഹായങ്ങൾ സ്വീകരിച്ചാണ് ജനങ്ങൾ കാര്യങ്ങളൊക്കെ സാധിക്കുന്നത്. ഇനിയും അങ്ങയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ഞാനും കൂടി അങ്ങയെ സഹായിക്കാം. ഭഗവാന്റെ ഇങ്ങനെയുള്ള അമൃത സമാനമായ വാക്കുകൾ കേട്ടതോടെ ക്ഷീണമെല്ലാം മാറിയ മൃഗാസുരൻ മുൻപുണ്ടായ കാര്യങ്ങളെല്ലാം ഭഗവാനെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇതാണോ കാര്യം? രുദ്രൻ്റെ വാക്കുകൾ സത്യമാണെന്ന് ഞങ്ങളാരും വിശ്വസിക്കില്ല. അദ്ദേഹം പ്രേതങ്ങളുടെയും പിശാചുക്കളുടെയും ചക്രവർത്തിയാണ്. ദക്ഷൻ്റെ ശാപത്താൽ പിശാചഭാവം പ്രാപിച്ചവനാണ് ഈ രുദ്രൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഞാൻ വിശ്വസിക്കില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ വരം നൽകുവാനുള്ള കഴിവൊന്നുമില്ല. ഹേ അസുരശ്രേഷ്ഠ, ജഗദ്ഗുരുവായ ശ്രീരുദ്രൻ്റെ വാക്കുകളെ ഇനിയും അങ്ങ് വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങയ്ക്ക് അങ്ങയുടെ കൈ സ്വന്തം തലയിലൊന്ന് വെച്ച് നോക്കിക്കൂടെ? എന്തിനാണിങ്ങനെ ഓടി കഷ്ടപ്പെടുന്നത്? ഇനിയും ആ രുദ്രൻ്റെ വാക്കുകൾ അസത്യമാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യാം. ഇനിയും അദ്ദേഹം ഒരിക്കലും കളവ് പറയാതിരിക്കട്ടെ. ബ്രഹ്മചാരി വേഷം പൂണ്ട ഭഗവാന്റെ ഇങ്ങനെയുള്ള മധുരമായ വാക്കുകൾ കേട്ട് ഭഗവൽ മായയിൽ മയങ്ങിയ അസുരൻ ഇതൊന്ന് പരീക്ഷിക്കാം എന്ന് ചിന്തിച്ച് സ്വന്തം ശിരസിൽ തന്നെ കൈവച്ചു. തൽക്ഷണം തന്നെ പാപിയായ ആ അസുരൻ ശിരസ് തകർന്ന് മരിച്ചു വീണു. ഇത് കണ്ട് ദേവന്മാർ ആകാശത്തു നിന്നും ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ച് പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്തു. ഒപ്പം മഹാദേവനും ആ ഭഗവാനെ സ്തുതിച്ചു. വിഷ്ണു ഭഗവാന് ആപത്തിൽ നിന്നും മോചിതനായ മഹാദേവനെ സമീപിച്ച് പറഞ്ഞു,
ഹേ മഹാദേവ, പാപിയായ ഈ അസുരൻ അവൻ്റെ പാപത്താൽ തന്നെ ഇല്ലാതായി. മഹാത്മാക്കളെ ദ്രോഹം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കും ക്ഷേമത്തോടെ കഴിയാനാവില്ല. അപ്പോൾ ജഗദീശ്വരനും മഹാത്മാവുമായ അങ്ങയോട് തന്നെ ദ്രോഹം ചെയ്യണമെന്ന് വിചാരിച്ചതിനാൽ ഈ വൃകാസുരൻ സ്വയം വധിക്കപ്പെട്ടു. വർണ്ണിക്കുവാൻ കഴിയാത്ത ശക്തിയോട് കൂടിയവനും പരംപുരുഷോത്തമനുമായ ഭഗവാൻ വിഷ്ണു മഹാദേവൻ്റെ ഈ ദുഃഖത്തെ തീർത്ത ഈ കഥയെ കീർത്തിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവന് ശത്രുഭീതിയോ സംസാര ഭയമോ ഒന്നും ഉണ്ടാകില്ല എന്ന ഫലശ്രുതി പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം പൂർണ്ണമാകുന്നത്. ഈ കഥയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്, മഹാദേവന് ഒരിക്കലും വൃകാസുരനെ ഭയന്ന് ഓടേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ആ തൃക്കണ്ണുകൊണ്ടൊന്ന് നോക്കിയാൽ തന്നെ ആ അസുരൻ ഭസ്മമാകും. പക്ഷേ വരം കൊടുത്ത താൻ തന്നെ ആ വൃകാസുരനെ വധിക്കണ്ട എന്ന് നിശ്ചയിച്ചാകും അദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് പോയത്. അത് തന്നെയല്ല, ഈ വൈകുണ്ഠനാഥൻ്റെ പ്രഭാവത്തെ ഒന്നുകൂടി ഉയർത്തി കാണിക്കുകയാണ് ഇവിടെ മഹാദേവൻ നമ്മൾക്ക് കാണിച്ചു തന്നത്. എൻ്റെ എല്ലാ വാക്കുകളെയും ഭഗവാന്റെ പാതാരവിന്ദത്തിൽ സമർപ്പിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ.